ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് അബഹയിലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ട്സ് ആണ്. ഞാനിവിടെ വന്നിട്ടുള്ളതൊക്കെ ഈവനിങ് ടൈം ആയിരുന്നു കേട്ടോ. ഈ പ്ലേസിലെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ശരിക്കും ബ്യൂട്ടിഫുൾ ആണ്. ഒരു ഈവനിങ് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഈ സ്പേസിലുണ്ട്. സോ ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലമാണ് ദബാബ് വാക്കവേ. സൗദിയിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു സമ്മർ പോലത്തെ ഒരു ക്ലൈമറ്റ് ആണല്ലോ. ബട്ട് അബഹ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ അത്യാവശ്യം ഒരു കോൾഡ് ക്ലൈമറ്റ് ആയിരിക്കും. അത് തന്നെയാണ് ഇവിടുത്തെ മിക്ക പ്ലേസസിനെയും അട്രാക്റ്റീവ് ആക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ആസ് എ സെഡ്, ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് നടക്കാനും പിന്നെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്പോട്ടാണ്. എനിക്കിവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ ദബാബ് എഴുതിയേക്കുന്നത് തന്നെയാണ്. ഞാൻ ഇതിനു മുന്നേ ഇവിടെ മോർണിംഗ് ടൈം വന്നിട്ടില്ല, പക്ഷേ ഡെഫിനറ്റ്ലി ഒരു ഡേ മോർണിംഗ് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക വ്യൂ ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരുപാട് ഉയരത്തിലാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമുക്ക് മൗണ്ടെയിൻസും താഴെയുള്ള സിറ്റി ലൈറ്റ്സും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അവിടെ നമ്മുടെ റോഡൊക്കെ കാണാനും പറ്റും. നമ്മൾ ഇത്രയും ഹൈറ്റിൽ നിന്ന് നമുക്കിത് നോക്കുമ്പോഴത്തേക്കും ഉള്ളൊരു വിഷ്വൽ എന്ന് പറയുന്നത്, ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നല്ല രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്ലേസ് നല്ല കോൾഡാണ്. അതുപോലെ തന്നെ മിക്ക സ്ഥലത്തും ഇങ്ങനെ ഫോഗ് അടിച്ച് കിടക്കുകയായിരിക്കും. ആ ഫോഗൊക്കെ ഭയങ്കര ഇതായിട്ട് വിസിബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. ഈ കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ താഴെയുള്ള റോഡ്. ഫുള്ളൊരു കൊക്കയാണ് കേട്ടോ. ഫുൾ കോടയൊക്കെ ആയിട്ട് കിടക്കാണ്. ഇടയിലൂടെ ആ റോഡ് കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വ്യൂ നമ്മൾ ആസ്വദിച്ച് നിൽക്കുമ്പോൾ ടൈം പോകുന്നത് അറിയേ പോലുമില്ല. ഇത് എന്ത് കൈൻഡ് ഓഫ് പ്ലേസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം നമ്മൾ ഒന്നും ചെയ്യാതെ നമുക്ക് ഈ വ്യൂ ഇങ്ങനെ നോക്കി ആസ്വദിക്കാൻ തോന്നുമല്ലോ, ആ കൈൻഡ് ഓഫ് പ്ലേസ് ആണ്. പിന്നെ ആ റോഡിൻ്റെ വ്യൂ ഒക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് പിന്നെ അതിനെ പറ്റിയൊരു വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ആളെനിക്ക് നല്ല രീതിയിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തുന്നു. നല്ല തണുപ്പും അതുപോലെ തന്നെ മിക്ക സ്പേസിൽ ഇത്രയും കോട അടിച്ച് കിടക്കുകയായിരുന്നു. കുറേ നേരം നമ്മൾ അവിടുത്തെ വ്യൂസൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ, നമ്മുടെ മെമ്മറീസൊക്കെ ക്യാപ്ചർ ചെയ്യാന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അവിടെ കുറച്ച് താഴോട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ഉടനെ അതൊന്ന് ഇറങ്ങിപ്പോയി അവിടെ എന്താണെന്ന് നോക്കാമെന്നൊരു ക്യൂരിയോസിറ്റി വന്നു. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് പോയി നോക്കി. ഇതിനെ സെയ്ത്തൂൻ മരം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മറ്റേ ഒലീവ് ഓയിലില്ലേ, ഒലീവ് ഓയിലാണോ? ഒലീവ് ഓയിൽ ഉണ്ടാക്കുന്ന. അവിടെ നിന്നിട്ട് നമുക്ക് ഈ വ്യൂ കുറേ കൂടെ ആസ്വദിക്കാൻ പറ്റുന്നു. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പോലെ അത്ര ഉയരത്തിലല്ല, കുറച്ച് താഴെ നിന്ന് നമുക്ക് ഈ വ്യൂ ആസ്വദിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു എന്താ പറയുക, നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. പിന്നെ മാത്രമല്ല അവിടെ ഒരുപാട് ചെയർസ് അങ്ങനെ നമുക്ക് ഇരിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ പാർക്ക് ഏരിയാസ് ഉണ്ട്. പിന്നെ അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കഫേസ് ഉണ്ട്. പിന്നെ അതിന് അടുത്ത് തന്നെ ഒരുപാട് നിയർ ബൈ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. കുറേ ടൈം ഇങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തത്. കണ്ടപാടെ കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്താലോ എന്നൊക്കെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ പിറകെയായി ഞാൻ. എന്നിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതും ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. അബഹയിൽ തന്നെ അത്യാവശ്യം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ദബാബ് വാക്കവേ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോൾ പോകുമ്പോഴും അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഇവിടെ ഒരുപാട് കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. ഇതിൽ വേറൊരു ദിവസം ഞാനൊരു കഫേയിൽ പോയിട്ടുണ്ട് കേട്ടോ. ബട്ട് ആ ഇൻസിഡൻറ്റ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നില്ല. അത് ഞാനൊരു സെപ്പറേറ്റ് വ്ലോഗായിട്ട് ചെയ്യാനാണ് പോകുന്നത്. ഈ കാണുന്ന ഈ ജോയ് കഫേയിലായിരുന്നു ഞാൻ പോയത്, ജോയ് വെന്യൂ. അബഹയിൽ ഇതുപോലൊരു പീസ്ഫുൾ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ നിങ്ങളൊരു സ്പോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദബാബ് വാക്കവേ എന്ന് പറയുന്നത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.